ഏജ് ഗ്രൂപ്പിലുള്ള ഒരേ ക്ലാസ്സിൽ പഠിച്ച ആൾക്കാർ കണ്ടഞ്ചര പാലം മുതൽ 5ാം പടി വരെയുള്ള ഒരു ഏരിയയിൽ ഓരോ വീട്ടിൽ നിന്ന് ഓരോരാൾ എന്ന് പറയുന്ന രീതിയിൽ 1976-77 അതിനുശേഷമാണ് SSLC-യിലുണ്ട്. പക്ഷെ 3 പേരുടെ അനുസ്മരണത്തിന് വേണ്ടിയാണ് ഒന്ന് കർമ്മകാരൻ സുരേന്ദ്രൻ എൻ്റെ പോസ്റ്റ് ഇപ്പോൾ ഇല്ല, അദ്ദേഹം ദിവംഗതനായി. രണ്ടാമത് പ്രഭാകരൻ, പിന്നെ മോഹൻ. ആർമിയിലേക്ക് പോകാനുണ്ട്, പഠിക്കാൻ സമയം കിട്ടില്ല, വളരെ കുറച്ച് സമയം കിട്ടും. ഞാൻ അനുഭവസ്ഥനം അതുകൊണ്ടാണ് പറയുന്നത്. സ്വന്തം സമയം കണ്ടെത്തണം. 10 മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞാൽ 10 മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്യണം. പക്ഷെ 10 മണി കഴിഞ്ഞാലാണ് ഇവരൊക്കെ പഠിക്കുന്നത്. അതിനെന്താ ചെയ്യാൻ? ഞങ്ങളൊക്കെ കേട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ടേബിളിലാന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് ഒന്നും ഒരു ബുദ്ധിമുട്ടും കൂടാതെ സ്വന്തം കട്ട് ചെയ്തിട്ടാണ്. നമുക്ക് ബുദ്ധി ഉണ്ടാവണമെന്നില്ല. ബുദ്ധി ഉണ്ടായതുകൊണ്ട് അത് പ്രായോഗികമാക്കണം എന്നുള്ള ഒരു ഇതുണ്ടാവും. പക്ഷെങ്കിൽ അദ്ദേഹം നമുക്ക് ഒരു ഉപയോഗിക്കാതെ ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു റോക്കറ്റാണ്. അതിനെ നന്നാക്കിയെടുത്ത് അതിന് പിന്നെ റോക്കറ്റ് തൊടുത്തു വിട്ട് ആത്മാവിനൊക്കെ ശരീരം പോയി ആത്മാവിൽ നിന്നുണ്ടാവും. ആത്മാവിനൊക്കെ നിത്യശാന്തി എന്ന് കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയോട് കൂടിയിട്ട് സംഭവിക്കുന്നത്. ഔപചാരികമായിട്ട് അല്ലെങ്കിൽ നിശ്ചയിച്ചത് ലഫ്റ്റനന്റ് കേണൽ റിട്ടയർഡ് സുരേന്ദ്രന്റെ അനുസ്മരണ പ്രഭാഷണ അനുസ്മരണ യോഗമാണ്. അദ്ദേഹം ഈ മിലിറ്ററി ജീവിതം തിരഞ്ഞെടുക്കാൻ ഒരു പ്രത്യേക കാര്യം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നു. അച്ഛന്റെ ആകസ്മികമായിട്ടുള്ള മരണം കൂടിയ വലതു കൈ എപ്പോഴും പാന്റിന്റെ പോക്കറ്റിൽ വെച്ചിട്ടുള്ള ഓവർകോട്ട് ധരിച്ചിട്ടുള്ള സുരേന്ദ്രനെ അപ്പൊ കാണുമ്പോൾ തന്നെ വിൻസെന്റ് ചർച്ചിലൊക്കെ രണ്ടാകമായിട്ട് കാലത്ത് പറഞ്ഞിട്ടുണ്ട്. പേഴ്സണാലിറ്റി കണ്ടു കഴിഞ്ഞിട്ട് നമ്മളതിൽ ഭ്രമിച്ചു അല്ലെങ്കിൽ അത് അന്തം വിട്ടുപോകുക എന്ന് പറയാറുണ്ട്. അത്തരത്തിലുള്ള ഒരു പൊക്കമുള്ള സുരേന്ദ്രനെ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയ്ക്ക് ഒരുപക്ഷെ കാരണമായിട്ടുള്ളത് ഏറ്റവും മുൻപന്തി നിൽക്കുന്നത് സുരേന്ദ്രൻ ഇടപെടലാണ് എന്നതാണ്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ നമ്മൾ പറയുന്നതിന് മുമ്പ് ഇവിടെയുണ്ട് സുരേന്ദ്രൻ ഇന്ത്യയുടെ പല ഭാഗത്തും ജോലി ചെയ്ത് രാജ്യത്തിന് വേണ്ടി ജോലി ചെയ്ത് സപ്ലിമെന്റ് രാജ്യത്തിന്റെ അവസ്ഥയിലാണ് അവസാനം DSC കണ്ണൂരിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഇവിടെ എത്തിയ ശേഷം ഇരുന്നത്. അതിനുണ്ട് നമ്മളൊക്കെ എവിടെയുണ്ട്, നമ്മൾ പലരും ഇവിടെയുണ്ട്. പക്ഷെ നമുക്കൊന്നും ഇത്തരത്തിലൊരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്കത് ആലോചിച്ചിട്ടുണ്ടാവും പലരും ഇങ്ങനെ ഒരു കൂട്ടായ്മ വേണമെന്നും. പക്ഷെ അതെങ്ങനെ സാധ്യമാകും എന്നുള്ളത് നമുക്ക് പലപ്പോഴും ഒരു ആശങ്കയും അല്ലെങ്കിൽ അത് നടക്കുമോ എന്നുള്ള ഒരു പരാജയ രീതിയൊക്കെ ഉണ്ടായിരുന്നു. അതിലിപ്പോ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ നിന്ന് നേടിയെടുത്തിട്ടുള്ള ഒരു വിഴഞ്ഞറിഞ്ഞറിഞ്ഞ് അല്ലാതെ നമ്മൾ ആദ്യം തന്നെ തങ്കമാവില്ല. തങ്കമാവണമെങ്കിൽ അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മളൊരു ഉയർച്ച നേടിയെടുക്കണമെങ്കിൽ അതിന് താഴെ കുറേ പരിശ്രമങ്ങളുണ്ട്, കുറേ കടമ്പകൾ വരുന്നു. ഇതിനോടൊക്കെ ഉഴഞ്ഞറിഞ്ഞ് ചിലർക്ക് ഉടക്കേണ്ടി വരും, ചിലർക്ക് പിന്മാറേണ്ടി വരും താൽക്കാലികമായിട്ട്. പക്ഷെ എന്നാലും വാശി വിടാതെ മുന്നോട്ട് പോവുക എന്നുള്ള ആ ഒരു ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിച്ചതുകൊണ്ടാകാം സുരേന്ദ്രന് പറയുന്ന ക്യാപ്റ്റൻ മേജറും കേണലും ഒക്കെ ആയിട്ട് ആ സ്ഥലത്തെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അഭിപ്രായ വ്യത്യാസം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിനെ കണ്ണിരിട്ട എണ്ണ പോലെ സൂക്ഷിക്കാനുള്ള നിലനിർത്താനുള്ള ഉത്തരവാദിത്വം നമ്മൾ എല്ലാവരും ചെയ്യേണ്ടതാണ്. അതായിരുന്നു അന്നും ഇന്നും എന്നും ഒരുമിച്ച് എന്ന് പറയുന്ന സുരേന്ദ്രനോട് നമുക്ക് ചെയ്യാനുള്ള അന്നും ഇന്നും എന്നും ഒപ്പരം എന്നുള്ള ആപ്തവാക്യം മുറുകെ പിടിച്ചുകൊണ്ട് ഈ കൂട്ടായ്മ സംഘടിപ്പിക്കാൻ മുൻകൈയിൽ നിന്ന് മുൻനിരയിൽ നിന്ന് തന്റെ രോഗത്തെ പോലും അവഗണിച്ചുകൊണ്ട് ഇന്ന് പങ്കെടുത്ത മുഴുവൻ സഹപാഠികളും ഇതിനു ശേഷം ഒരു 10 മിനിറ്റ് ഇവിടെ കൂടിയിരിക്കണമെന്നുള്ള അപേക്ഷയോടുകൂടി നമ്മുടെ സഹപാഠി സുഹൃത്തുക്കളുടെ ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ടും 1000 ബാഷ്പബിന്ദുക്കൾ അർപ്പിച്ചുകൊണ്ടും നിർത്തുന്നു. ഞങ്ങൾ കളിച്ചു വളർന്നു തന്നെയായിരുന്നു. ഫുട്ബോൾ കളി ആണ് മെയിനായിട്ടുള്ളത്. 2 ടീമായിട്ടാണ് ഞങ്ങൾ കളിച്ചത്.
അങ്ങനെ കണ്ടപ്പോഴാണ് അതിനെക്കുറിച്ച് എല്ലാ വിവരങ്ങളും പറഞ്ഞത്. ഇന്ന് ഈ കഴിഞ്ഞ തന്നെ അപ്പോഴാണ് ആക്സിഡന്റ് സംഭവിച്ചത്. പിന്നെ അമ്മയിൽ നിന്നാണ് ആ വിവരങ്ങളെല്ലാം എനിക്കറിയാൻ പറ്റുന്നത്. നമ്മുടെ ഇടയിൽ നിന്ന് രണ്ടുപേർ നേരത്തെ മരിച്ചിട്ടുണ്ട്. എത്രയോ ആളുകൾ ഇതിനു മുമ്പ് നമ്മൾ അറിയപ്പെടാതെ ഇരിക്കുമ്പോഴും മരിച്ചിട്ടുണ്ട്. ഇനിയും മരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ രണ്ടു പേരോട് അവരുടെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചപ്പോഴും ആ ഹാങ്ങോവറിൽ എഴുതിയിട്ടുള്ള ഒരു കവിത എന്ന് പറയുന്നത് കഴിയില്ല. അതാണ് ഇന്നലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ മൂന്ന് പോയ സഹോദരങ്ങളുടെ അനുസ്മരിക്കുന്ന ചടങ്ങ് പ്രഭാകരൻ, ശ്രീമോഹൻ. സുരേന്ദ്രന് പ്രത്യേകമായി പറയുന്ന ബാക്ക്ഗ്രൗണ്ടൊന്നുമില്ല. ഒരു സാധാരണ നമ്മളെ പോലെ ബാക്ക്ഗ്രൗണ്ട് തന്നെ പറഞ്ഞ് കേണൽ പതിവ് പിന്നെ ആർമിയിൽ വരുമെന്ന് പറഞ്ഞാൽ അത് അത്ര ഒരു എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ അത് അല്ലാതെ തന്നെ നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ട് വളരെ മെച്ചമായ രീതിയിൽ പോയി പിന്നെ നല്ല ഒത്തുകൊണ്ട് നിൽക്കുന്നതും മുന്നേ ഇങ്ങനെ കലാപരിപാടികളായിട്ട് ഇരുന്നതും ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട സഹപാഠി സുരേന്ദ്രൻ തന്നെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയാമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊന്നും ഞാൻ ഇങ്ങോട്ട് പോകുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട സഹപാഠികളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് അവസാനിപ്പിക്കും. നന്ദി, നമസ്കാരം. നമുക്ക് ഓരോരുത്തർക്കും ബോധ്യപ്പെടുന്നത് കൊണ്ടാണ് വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു വേർപാട് അധികം ഒരു വേദന നമ്മുടെ അവിടെ ഉണ്ടാക്കിയത്. ഇതുപോലുള്ള ഒരു അനുസ്മരണം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പേരിൽ വേണമെന്നുള്ള ഒരഭിപ്രായം ഭൂരിപക്ഷം ആളുകളിൽ ഉണ്ടായിരുന്നു. സുരേന്ദ്രൻ ആദ്യമായിട്ട് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാനൊരു പ്രാവശ്യം കാണുന്നു. റോഡിലൂടെ നടക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വളരെ കിടലൻ കൂടിയ ഒരു മനുഷ്യൻ, തൊട്ടടുത്ത അദ്ദേഹത്തിന്റെ പകുതി മാത്രമായിരുന്ന ഒരു സ്ത്രീ, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പട്ടിയുടെ ചങ്ങായി, ഒരു കൗതുക കാഴ്ചയായിരുന്നു. ഏറ്റവും ഉള്ളിലുള്ള താല്പര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു വലിയ ഒരു ആൾക്കൂട്ടത്തിന്റെ ഊന്ന് വേണം. ഈ അവസാന നിമിഷങ്ങളിൽ കുറേയധികം ഓർമ്മകൾ, കുറേയധികം അനുഭവങ്ങൾ കൂടിച്ചേരുന്നതിന്റെയും ഒന്നിച്ച് പാടുന്നതിന്റെയും അല്ലെങ്കിൽ പറഞ്ഞ കലാപ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന്റെയും ഇടയിൽ ഈ ലോകത്തിന്റെ തീവ്രമായ അനുഭവങ്ങൾ ഈ അത്രയും മറക്കാൻ വേണ്ടി സാധിക്കുന്ന സമയത്ത് അദ്ദേഹം ആലോചിച്ച കാര്യങ്ങളെ പുസ്തകത്തിൽ പറയുന്നത് മൃതശരീരമായിട്ട് ഞാൻ പഠിച്ച സ്കൂളിന്റെ അങ്കണത്തിൽ എന്റെ ശരീരം കിടക്കുന്നു. അവിടെ ഒരുപാട് ആളുകൾ വന്നിട്ട് എന്നെ കാണുന്നു. പട്ടാളം അതിന്റെ ഗാഠവും തരുന്നു. പിന്നെ ആദരസൂര്യമായ ആകാശത്തേക്ക് വെടിയേറ്റു. ഇതൊക്കെ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന് ഏതാണ്ട് ഉറപ്പായിരുന്നു. പക്ഷെ ആ ഒരു സന്ദർഭത്തിൽ പോലും ഞാനിതിനെ അതിജീവിക്കാൻ പറ്റൂ എന്നുള്ള ഒരു മനോധൈര്യമുണ്ട്. അതാണ് സുരേന്ദ്രനെ വ്യത്യസ്തനാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പക്ഷേ ഈ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ഞാൻ പക്ഷേ സുരേന്ദ്രനേക്കാൾ പ്രിയപ്പെട്ടവരായിട്ട് നേരത്തെ തന്നെ പരിചയമുള്ളവരാണ് വേറൊരു ഒക്കെ നമ്മളിങ്ങനെ പങ്കെടുക്കാറുണ്ട്. പല ഈ മത്സരങ്ങളിലും പങ്കെടുക്കും. അങ്ങനെയൊക്കെ കാണുന്നൊരു മുഖമാണ് നന്നായി പാടും, നന്നായി അഭിനയിക്കും, നല്ല സംഘാടകനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഓർമ്മകൾ നമുക്ക് ശക്തിയാവട്ടെ മാത്രം പറയാൻ ആവശ്യമാണ്. ഒരുപാട് പേര് സംസാരിച്ചു. ജീവിതത്തിലേക്കൂടെ ഇങ്ങനെ കടന്നു പോകുന്ന രീതിയിലുള്ള സംസാരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ അതിലൂടെ കുറച്ച് കൂട്ടിച്ചേർത്തോട് നടത്താൻ ഉദ്ദേശിക്കുന്നത് എൻ്റെതായ ഒരു ഇത് മാത്രമാണ്. ഞാൻ നൃത്തമെടുക്കുന്നത് തുടങ്ങാൻ കഴിയുന്നത്. അപ്പോൾ ആ ഈവനിങ് പാട്ടിൻ്റെ കാര്യം പരിചയപ്പെട്ടവരുടെ പേര് എഴുതുക. അത് നോർത്ത് ഇന്ത്യൻ ആയാലും അല്ലാതായാലും എല്ലാം ഈ ആത്മാതിരി വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരാൾക്ക് ഇങ്ങനെ ഇതെല്ലാം വെച്ചിട്ട് എഴുതാൻ പറ്റുമോ, ഇങ്ങനെ ഇത്രയോ വെച്ചിട്ട് എഴുതാൻ പറ്റുമോ? അപ്പോൾ ഞാനിങ്ങനെ ഇതിങ്ങനെ പേരുകൾ രണ്ട് കാര്യങ്ങളാണ് നടത്തിക്കുന്ന സാക്ഷി
എങ്ങനെ ഇങ്ങനെ എഴുതുക നിങ്ങൾ നല്ല ഡയറി കോപ്പിയിലോ എവിടെയെങ്കിലും എഴുതി നമ്മുടെ ഓർമ്മയിലുണ്ടാവും എന്നും ഞാൻ ഇനിയിപ്പോൾ പറഞ്ഞതുപോലെ ഇതിൻ്റെ കൂടെ നമ്മുടെ പ്രഭാകരൻ മോഹൻ ഇവരും രണ്ടും പെട്ടെന്നാണ് രണ്ടാളും പെട്ടെന്നുള്ള ഒരു വിയോഗമാണ് അവരുടെ ഓർമ്മക്കും കൂടി മൂന്ന് പേര് വേണ്ടി അവരുടെ ആത്മസംതൃപ്തിയോടെ പ്രാർത്ഥിക്കുകയും ആത്മാവിന്റെ മുന്നിൽ പ്രണാമം അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നമ്മൾ ഇനി ഒത്തുകൂടാൻ വളരെ പ്രധാനപ്പെട്ട കാരണക്കാരനായിട്ട് സുരേന്ദ്രൻ മറ്റ് രീതിയിൽ പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ആളുകളുണ്ടാവും പുരുഷമാഷപ്പോലെ നമ്മൾ ഈ കൂട്ടായ്മ കൂടി സജീവമായി പ്രവർത്തിച്ച ആളുകൾ മറ്റ് പല ആളുകളുണ്ട്. എന്നിരുന്നാലും ഏറെ പണിപ്പെട്ട് നമ്മളെ ഈ കൂട്ടായ്മ ഉണ്ടാക്കിയത് പ്രധാനപ്പെട്ട ഒരു വ്യക്തി സുരേന്ദ്രൻ തന്നെയാണ്. സ്വാഗതം പറഞ്ഞ ബാബുരാജി അതുപോലെ തന്നെ ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച പരിസര അതുപോലെ തന്നെ അനുസ്മരണ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട കേരള ശിവദാസ് ഏറെ നല്ല രീതിയിൽ പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന രീതിയിൽ അനുസ്മരണം നടത്തിയ ചന്ദ്രപാലൻ അതുപോലെ തന്നെ ഗണേശൻ കൃഷ്ണമാഷ് അത് മറ്റു പല അനുഭവിക്കുന്നതാണ്. ഇവരെയൊക്കെ നന്ദി വളരെ സുദീർഘമായ നന്ദി അറിയുന്നു. അതിനുപരിയായി ഫോട്ടോഗ്രാഫർ നമ്മുടെ തലവാണി അതിലൂടെ ഇവിടെ ബാക്കി എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് ദേവ സർവാനടക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നാം ഇതിലുപരിയായിട്ട് ഞാൻ പറയുന്നത് ഈ പരിപാടി ഈ ചടങ്ങ് ഇത്ര വളരെ പ്രൗഢഗംഭീരമായിട്ട് നടത്തുന്നതിന് പിന്നെ എത്തിച്ചേർന്നില്ല നിങ്ങളെ ഓരോരുത്തരെയാണ് വളരെ ഗംഭീരമായി വളരെ ആഗ്രഹവും